ഹായ് ഹലോ മൈസെൽഫ് ഡോക്ടർ ഉമർ ഫാരിസ് ഫ്രം ടീം ഫോവിയ. നീറ്റ് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് MBBS എന്ന് പറയുന്ന വലിയൊരു കോഴ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് MBBS കുറിച്ചും ഡോക്ടർ എന്ന കരിയറിനെ കുറിച്ചും ചെറിയൊരു ഓറിയൻറ്റേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ 4 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. ഒന്നാമത്തത്, നീറ്റിൽ നിന്ന് MBBS കോഴ്സിലോട്ടുള്ള നിങ്ങളുടെ ട്രാൻസിഷനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. രണ്ടാമത്തത്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്, അതിൻ്റെ എങ്ങനെ അത് പഠിക്കണം, ഏതൊക്കെ ബുക്സ് നിങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും ചെറിയൊരു ഓറിയൻറ്റേഷൻ തരും. മൂന്നാമത്തെ കാര്യം, നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ എക്സാം പാറ്റേൺ, നിങ്ങളുടെ എക്സാം എങ്ങനെയാണ് നടക്കുക, എങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകുക, ഏത് പാറ്റേണിലാണ് എക്സാം ഉണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ചും പറഞ്ഞുതരും. നാലാമത്, ഫോവിയ എന്ന് പറയുന്ന ഒരു ലേണിംഗ് എക്കോ സിസ്റ്റത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, എങ്ങനെയാണ് ഫോവിയ എന്ന് പറഞ്ഞ ഈ ഒരു സിസ്റ്റം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ആദ്യമായിട്ട് തന്നെ നീറ്റിൽ നിന്ന് MBBSലോട്ടുള്ള ട്രാൻസിഷൻ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് തന്നെ പറഞ്ഞുതരാം. 2018 കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ബാച്ചാണ് ഞാൻ. 2018 ബാച്ചാണ്. 2018 ഓഗസ്റ്റിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കോഴിക്കോട് ഒരു സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കേരള എൻട്രൻസിൽ അല്ലെങ്കിൽ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷനിൽ അത്യാവശ്യം നല്ല മാർക്ക് വേണം. ഈ മാർക്കൊക്കെ സ്കോർ ചെയ്ത് ഒരുപാട് പ്രതീക്ഷകളോടെ തന്നെയാണ് MBBSന് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എവിടെ പഠിക്കുകയാണെങ്കിലും ഈ കോഴ്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. പല വിദ്യാർത്ഥികളും അവരുടെ നീറ്റ് എക്സാമിനേഷനെ കണ്ടിട്ടുണ്ടാകുക അവരുടെ മുന്നിലുള്ള ഒരു കടമ്പ എന്നുള്ള രീതിയിലായിരിക്കും. ആ ഒരു എക്സാം അവരുടെ മുന്നിലുള്ള ഒരു ചലഞ്ചാണ്. ആ ഒരു ചലഞ്ച് അവർ ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തിലായിരിക്കും അവർ ആ എക്സാമിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകുക. എന്നാൽ ചില ആൾക്കാർ ആ എക്സാമിനെ ക്രാക്ക് ചെയ്തിട്ടുണ്ടാകുക MBBS എന്ന് പറയുന്ന വലിയൊരു സ്വപ്നത്തെ മുന്നിൽ കണ്ടിട്ട് തന്നെയായിരിക്കും. ഈ 2 വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ MBBS എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറയുന്ന കരിയറിന് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ട് തന്നെയായിരുന്നു ഈ എക്സാമിന് അറ്റൻഡ് ചെയ്തതും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതും. അപ്പം എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. നീറ്റ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനും അതിനുശേഷമുള്ള MBBS എന്ന് പറയുന്ന കോഴ്സിലെ പഠന രീതിയും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യം, നീറ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ ആണ്. എന്നാൽ നിങ്ങൾ ഇനി MBBSൽ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പാറ്റേൺ ഓഫ് എക്സാം ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരിക്കും. മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. MCQ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇല്ല എന്നല്ല, അതുണ്ട്. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാകുക. ഞാൻ ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാരണം, നമുക്കറിയാം ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫൈനൽ ഇയർ ഈ 4 വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാംസ് പാസ്സായാൽ മാത്രമേ നമുക്ക് ഡോക്ടറായിട്ട് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് ഹൗസ് സർജൻസി ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കി എന്ത് ചെയ്യാനും ഈ 4 വർഷത്തെ എക്സാമിനേഷൻസ് നമ്മൾ പാസ്സാകണം. ഈ 4 വർഷവും ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ ആണ് ഉണ്ടാകുക. ഇപ്പോഴത്തെ പുതിയ കരിക്കുലത്തിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. നമ്മളെപ്പോഴും മനസ്സിലാകുക, എക്സാം പാസ്സാകുക എന്നത് മാത്രമായിരിക്കരുത് MBBS എന്ന് പറയുന്ന കോഴ്സിലോട്ട് നിങ്ങൾ കയറുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതാണ് ഞാൻ ഈ പറഞ്ഞ നീറ്റും MBBS പ്രിപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഒന്നാമത്, നീറ്റ് എക്സാമിനേഷൻ പല വിദ്യാർത്ഥികളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ മുന്നിൽ +2 കഴിഞ്ഞതിന് ശേഷം അവരുടെ മുന്നിൽ അവരുടെ പാരൻസ് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരൊക്കെ മുന്നിൽ കൊടുക്കുന്ന ഒരു ചലഞ്ച് മാത്രമാണ് നീറ്റ്. അത് പാസ്സാകുക എന്നുള്ളത് അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലൊരു ചലഞ്ചാണ്. ആ ചലഞ്ച് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നു, അവരത് ക്രാക്ക് ചെയ്യുന്നു. പക്ഷെ അതിനുശേഷമുള്ള ലൈഫിനെ കുറിച്ച് പല വിദ്യാർത്ഥികളും ഓറിയൻറ്റഡ് ആകണം എന്നില്ല. ഒരു ഫ്രാക്ഷൻ ഓഫ് വിദ്യാർത്ഥികൾ MBBS എന്ന് പറഞ്ഞ കോഴ്സിന് ഇഷ്ടപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കരിയറിനെ കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടിട്ട് നീറ്റ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത വിദ്യാർത്ഥികളുണ്ടാകും. എന്നാൽ MBBS കോഴ്സിലോട്ട് കയറിക്കഴിഞ്ഞാൽ എക്സാം പാസ്സാകുക എന്നത് മാത്രമാകരുത് നിങ്ങളുടെ ലക്ഷ്യം. കാരണം ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു കോളേജിൽ MBBSന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് മുതൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി തോളിലേറ്റുന്ന ആളാണ്. റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് ഞാൻ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ വരുന്ന രോഗി അവരുടെ ജീവനും കൊണ്ടാണ് വരുന്നത് അല്ലേ. പല രീതിയിൽ എമർജൻസി കേസുകൾ നിങ്ങൾ കാണേണ്ടി വരും. അതോടൊപ്പം തന്നെ ചിലപ്പം ചെറിയൊരു പനി, ജലദോഷം നിങ്ങൾ കാണേണ്ടി വരും. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് നിങ്ങൾ കാണേണ്ടി വരും. പല മരണ വാർത്തകൾ നിങ്ങൾ പറയേണ്ടി വരും. നിങ്ങളാൽ അല്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആളുകൾ നിങ്ങൾക്ക് ചുറ്റും വരാൻ പോവുകയാണ്. അപ്പം ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾ ഈ കോഴ്സിലേക്ക് കാലെടുത്ത് വെക്കണം. പല വിദ്യാർത്ഥികളും ഈ ഒരു ആസ്പെക്റ്റ് ചിന്തിക്കാതെ, ഈ ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് വലിയ രീതിയിൽ ബോധവാന്മാരാവാതെ കോഴ്സിലോട്ട് കയറുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന ഒരുപാട് വ്യതിചലനങ്ങളുണ്ട്. പലപ്പോഴും കോളേജുകളിൽ എത്തുന്ന സമയത്ത് കോളേജിലുണ്ടാകുന്ന ഒരു ആംബിയൻസും അറ്റ്മോസ്ഫിയറും അവിടുത്തെ കൂട്ടുകെട്ടുകളിലൊക്കെ പെട്ടുപോയിട്ട് പല രീതിയിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസുകളിലേക്കും മറ്റു പരിപാടികളിലേക്കും തിരിഞ്ഞു പോകുന്ന ഒരുപാട് മെഡിക്കൽ
മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് നമുക്കൊക്കെ പരിചയമുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. എന്നിരുന്നാൽ ഈ കോഴ്സിന് ഇഷ്ടപ്പെട്ട് ഈ കോഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കി, പഠിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, പഠിക്കുമ്പോൾ തന്നെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് വൃത്തിയായി മനസ്സിലാക്കി തങ്ങളുടെ കരിയർ വൃത്തിയായിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു പറ്റം ഡോക്ടേഴ്സിനെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. സോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഈ കോഴ്സ് നിങ്ങൾക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ആണെന്ന് തുടക്കം മുതലേ മനസ്സിലാക്കുക. ഇത് പഠിച്ച് മുന്നേറേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയർ എന്താണോ പഠിക്കുന്നത് അത് നിങ്ങൾക്ക് ഫൈനൽ ഇയറിലും യൂസ്ഫുൾ ആകും. നിങ്ങൾക്ക് അതിന് ശേഷമുള്ള PG എക്സാമിനേഷൻസിനും യൂസ്ഫുൾ ആകും. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഓരോ രോഗികളെ കാണുമ്പോഴും ഇതൊക്കെ യൂസ്ഫുൾ ആകും. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചുണ്ടാക്കുന്ന ബേസ്, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചുണ്ടാക്കുന്ന ആ ഒരു അടിത്തറയുടെ മേലിലാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള ഇയറിലൊക്കെ ഉള്ള കോഴ്സുകൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി സബ്ജക്റ്റുകളൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്ന ഈ ബേസിലാണ്. സോ ഫസ്റ്റ് ഇയർ തുടക്കം മുതലേ ഒരു ഐഡിയ ഉണ്ടാക്കുക. പഠിക്കാനുണ്ട്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് എക്സാം ക്രാക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അറിവ് നേടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ ധാരണ ഉണ്ടാക്കി വെക്കുക. ഈ നീറ്റ് പ്രിപ്പറേഷനിൽ നിന്ന് MBBS നിങ്ങൾ ട്രാൻസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഒരുപാട് പഠിക്കാനുണ്ട്. ഈ പഠിക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നത് മാത്രം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ 3 സബ്ജക്റ്റുകളാണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുണ്ടാകുക. അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. എസ്പെഷ്യലി ഫിസിയോളജി ആൻഡ് അനാറ്റമി. ബയോകെമിസ്ട്രിയും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, ക്ലിനിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക, നിങ്ങൾ കൂടുതലായിട്ട് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് ഒക്കെ വരിക ഫിസിയോളജിയും അനാറ്റമി ആയിരിക്കും. ബയോകെമിസ്ട്രിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. പക്ഷേ നമുക്ക് തന്നെ നേരിട്ട് മനസ്സിലാകുക, ഓക്കെ ഇത് ഞാൻ അനാറ്റമിയിൽ അന്ന് പഠിച്ചതാണല്ലോ, ഇത് ഫിസിയോളജിയിൽ ഞാൻ അന്ന് പഠിച്ചതാണെന്നോ എന്നൊരു തോട്ട് നമുക്ക് പലപ്പോഴും ക്ലിനിക്കൽ പ്രാക്ടീസിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. സോ അനാറ്റമിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പല കോളേജുകളിലും ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും അനാറ്റമി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാകുക. കാരണം ചില കോളേജുകളിൽ, അത്യാവശ്യം നല്ല കോളേജുകളിലൊക്കെ ഡിസെക്ഷന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അനാറ്റമി മുന്നോട്ട് കൊണ്ടുപോവുക. എന്തിനാണ് ഡിസെക്ഷൻ? നിങ്ങൾക്കറിയാം, ഒരു ഡെഡ് ബോഡിയെ ആദ്യം മുതൽ അവസാനം വരെ ആ ഡെഡ് ബോഡിയെ മുഴുവനായിട്ട് നമ്മൾ പഠിക്കും. കഡാവേഴ്സ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? കഡാവേഴ്സിനെ വെച്ചിട്ട് നമ്മൾ അവരുടെ കൈ, അവരുടെ കാല്, അവരുടെ ഹൃദയം, അവരുടെ തല എല്ലാം നമ്മൾ മുറിച്ച് പഠിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു കഡാവറാണ് ഉണ്ടാകുക. ഇതുപോലെ തന്നെയാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഇവിടുത്തെ കേരളത്തിലെ പല മെഡിക്കൽ കോളേജസിലും അത്യാവശ്യം കഡാവേഴ്സ് ഉണ്ടാകും. അതിൽ നിന്ന് നമുക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ തന്നെയാണ് അനാറ്റമി. നമുക്ക് എവിടെയും കിട്ടില്ലടാ. ഈ വേറൊരു കോഴ്സിലും നിങ്ങൾക്ക് ഇങ്ങനൊരു ഡെഡ് ബോഡിയെ കീറി മുറിച്ച് പഠിക്കാൻ എവിടെയും കിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് സംവിധാനം അതുപോലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ നൽകുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾ കാലെടുത്ത് MBBS എന്ന് പറയും കരിയറിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആ സമയം മുതൽ തന്നെ നിങ്ങൾക്കൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി തരികയാണ്. ഒരു മനുഷ്യൻ ദാനം ചെയ്ത ബോഡി അല്ലെങ്കിൽ ഒരു അൺനോൺ ബോഡി, അങ്ങനെയാണ് കഡാവേഴ്സിനെ നമ്മുടെ കോളേജിലൊക്കെ ഉണ്ടാകുക. ഏതെങ്കിലും മനുഷ്യൻ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബോഡി ദാനം ചെയ്യുകയാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുള്ള ബോഡി, അല്ലെങ്കിൽ അൺനോണൊക്കെ ആയിട്ടുള്ള ബോഡീസിനെ പ്രിസർവ് ചെയ്തിട്ട് നമ്മൾ ഓരോ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഡിസെക്ഷൻ ഹാളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാകും. വലിയൊരു കാഴ്ചയാണ്. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ഫേസ് കൂടിയാണത്. കാരണം പല സമയത്തും ഞങ്ങളൊക്കെ ആണെങ്കിലും ആ ഡിസെക്ഷൻ ഹാളിൽ ഒരുപാട് മണിക്കൂറുകളോളം ഇരിക്കുന്ന സമയത്ത് പല തമാശകളും പല കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ അവിടെ കിടക്കുന്നത് ഒരു ഡെഡ് ബോഡിയാണ്. ഒരു കാലത്ത് ഇതുപോലെ ജീവിച്ചിരുന്ന മനുഷ്യനാണെന്ന് ആലോചിക്കുമ്പോൾ ചില സമയത്ത് നമുക്കൊക്കെ കുറച്ച് റിഗ്രറ്റൊക്കെ വരാറുണ്ട്. അപ്പം നിങ്ങൾ ആ ബോഡിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, മാക്സിമം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ അപ്പർ ലിംബിലെ ഒരു കേസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പർ ലിംബിലെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ലൈവായിട്ട് നിങ്ങളുടെ ഡിസെക്ഷൻ ഹാളിൽ കീറി മുറിച്ച് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മീഡിയൻ നെർവിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു മസ്കുലോ ക്യൂട്ടേനിയസ് നെർവിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കീറി മുറിച്ച് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആ ബോഡി, മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഹൃദയത്തെ കയ്യിലെടുത്ത് കീറി മുറിക്കാൻ പറ്റും, ബ്രെയിനിനെ കയ്യിലെടുത്ത് കീറി മുറിക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ചെയ്യാൻ പോകുന്ന കാര്യം. അത്ര ഇമ്പോർട്ടൻസോടുകൂടി തന്നെ നിങ്ങൾ ആ ഡിസെക്ഷൻ ഹാളിനെയും ഡിസെക്ഷനെയും നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഡിസെക്ഷനിൽ നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടി ഒരു പ്രസൻറ്റേഷന് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്റ്റൽസിൽ പോയിട്ടോ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ.
നിങ്ങളൊരു സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആ സ്ട്രക്ചറിനെ നിങ്ങൾ ഡിസെക്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിനുശേഷം ആ സ്ട്രക്ചർ എക്സാമിന് ചോദിക്കുന്ന രൂപം എങ്ങനെയാണ്, ആ സ്ട്രക്ചറിനെ കുറിച്ച് എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ടെക്സ്റ്റ് ബുക്സ് യൂസ് ചെയ്തിട്ട് പഠിക്കുക, ക്ലാസ്സസ് കേട്ട് പഠിക്കുക. മനസ്സിലായോ? അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ എക്സാമിന് കുറച്ച് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കാരണം ക്ലിനിക്കൽ ആസ്പെക്റ്റ് കൂടി മുന്നോട്ട് വെച്ചിട്ട്, ഒരു ക്ലിനിക്കൽ കേസ് കൂടി വെച്ചിട്ട്, ഒരാൾക്ക് കയ്യിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു, കയ്യിൻ്റെ റിസ്റ്റ് ഡ്രോപ്പ് വന്നു, റിസ്റ്റിലൊരു പാരാലിസിസ് പോലെ റിസ്റ്റ് ഡ്രോപ്പ് വന്നു, ഏത് നെർവിനാണ് ഡാമേജ് വന്നത്, ഈ രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക. സോ നിങ്ങൾ ക്വസ്റ്റ്യൻസിനെ കൂടി ഫെമിലിയറൈസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അനാട്ടമി സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഗ്രോസ് അനാട്ടമി. അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഈ ഗ്രോസ് അനാട്ടമി നിങ്ങൾ പഠിക്കുമ്പം ഡിസെക്ഷനിലൂടെ പഠിക്കുക, ആൻഡ് ഓൾസോ അതിൻ്റെ സ്ട്രക്ചർ, ഓരോ സ്ട്രക്ചറിനെ കുറിച്ചും എക്സാമിന് എങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് അത് പ്രസൻറ്റേഷൻ രൂപത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഫോവിയ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാധനമാണ്, എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാധനമാണ്. ഞങ്ങളുടെ ക്ലാസ്സസിലാണെങ്കിലും ഞങ്ങളുടെ ലെക്ചേഴ്സിലാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ പറയുന്നതാണ് പ്രസൻറ്റേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. രണ്ടാമത്തത്, ഈ ഗ്രോസ് അനാട്ടമിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഓസ്റ്റിയോളജി, എംബ്രിയോളജി, ജെനറ്റിക്സ്, ഹിസ്റ്റോളജി. ഇതൊക്കെ അനാട്ടമിയുടെ ഘടകങ്ങളാണ്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ അറിയും. രണ്ടാമത്തെ സബ്ജക്റ്റ് ഫിസിയോളജിയാണ്. എന്താണ് ഫിസിയോളജി? നോർമൽ ഒരു മനുഷ്യൻ, ഞാനിപ്പോൾ ഒരു നോർമൽ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഓരോ സിസ്റ്റവും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെപ്പോഴും രോഗികളെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഡോക്ടറാകുന്നത്, രോഗികളെ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഡോക്ടറാകുന്നത്. പക്ഷെ ഒരു രോഗം വരണമെന്നുണ്ടെങ്കിൽ എന്തോ നോർമലായിരിക്കുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ എന്തോ ഒരു നോർമലായിട്ട് നിന്നിരുന്നൊരു സംഭവത്തിന് ഒരു അബ്നോർമാലിറ്റി സംഭവിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നോർമൽ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അബ്നോർമാലിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ നോർമൽ ബോഡിയെക്കുറിച്ചും നോർമൽ സിസ്റ്റത്തെക്കുറിച്ചും നോർമലായിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുന്നതാണ് ഫിസിയോളജി. അതിൻ്റെ പിന്നെയുള്ള രോഗങ്ങളെക്കുറിച്ച് നമ്മൾ സെക്കൻഡ് ഇയറിൽ പെത്തോളജിയിലും അതോടൊപ്പം തന്നെ ബാക്കി സബ്ജക്റ്റുകളിലൊക്കെ നമ്മൾ പഠിക്കും. സോ ഫിസിയോളജി വൃത്തിയായിട്ട് അറിഞ്ഞാൽ, നോർമൽ ബോഡിയിൽ എങ്ങനെയാണ് ഓരോ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ നല്ല ധാരണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പിന്നെയുള്ള ഇയർ എളുപ്പമായിരിക്കും. നോർമൽ പഠിച്ചാൽ പിന്നെ അബ്നോർമാലിറ്റി പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. നോർമൽ അറിയാത്തൊരാൾക്ക് അബ്നോർമാലിറ്റി പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് ഈ വണ്ടിക്കുള്ള കേട് അല്ലേ, എന്താണ് ഈ ശരീരത്തിനുള്ള കേട് എന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നോർമൽ എന്താണെന്ന് അറിയണം. ഫിസിയോളജി പല ബുക്കുകളും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഫിസിയോളജിയിൽ പല ആൾക്കാർക്കും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഒരുപാട് ബുക്കുകൾ ഉണ്ടായതുകൊണ്ട് ഏത് ബുക്കിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. അനാട്ടമിയിലും അങ്ങനെ ഉണ്ട്. പക്ഷേ അനാട്ടമിയിൽ പലപ്പോഴും കോളേജുകളിൽ പ്രിഫർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബുക്സ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് നമ്മൾ വരും. ഫിസിയോളജി കുറച്ചും കൂടി നമ്പർ ഓഫ് ബുക്സ് ഉണ്ടായതുകൊണ്ട് അതൊരു കൺഫ്യൂഷൻ ആകാറുണ്ട്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ക്ലാസ്സിലുള്ള നോട്ട്സ്, ക്ലാസ്സുകളിൽ എടുക്കുന്ന നോട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫിസിയോളജി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. മൂന്നാമത്തെ സബ്ജക്റ്റ് ബയോകെമിസ്ട്രിയാണ്. ബയോകെമിസ്ട്രിയെ കുറിച്ച് നമ്മൾ +1ലും +2ലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ബയോകെമിസ്ട്രിയിൽ നമ്മൾ ഇവിടെയും പഠിക്കുക കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഓരോ മെക്കാനിസങ്ങളെ കുറിച്ച് വൃത്തിയായിട്ട് അതിൻ്റെ കെമിക്കൽ ആസ്പെക്റ്റും കൂടി കവർ ചെയ്തിട്ട് നമ്മൾ പഠിക്കും. ഈ കെമിക്കൽ ആസ്പെക്റ്റും കൂടി കവർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല ഡ്രഗുകളും കൊടുക്കാറില്ലടാ. ഈ പല ഡ്രഗുകളും പേഷ്യൻസിന് മരുന്നായിട്ട് കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് ആക്ട് ചെയ്യാൻ പോകുന്നത്, അത് ഏത് എൻസൈമിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ധാരണ വേണം. അപ്പം അത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുക. നോർമലി നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ കൊളസ്ട്രോൾ എങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുന്നത്, ഗ്ലൂക്കോസ് എങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുന്നത്, ഗ്ലൂക്കോനിയോജനസിസ് എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസം എങ്ങനെയാണ് നടക്കുന്നത്, നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്തിട്ട് അത് പിന്നെ നമ്മുടെ ബോഡിക്ക് എങ്ങനെയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്, ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് കെമിക്കൽ പാത്വേസ് നമ്മൾ ബയോകെമിസ്ട്രിയിലൂടെ പഠിക്കും. ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് നമുക്ക് പിന്നെ വരും ഇയറിലൊക്കെയാണ് മനസ്സിലാക്കുക. കുറച്ചും കൂടി പേഷ്യൻ്റ് ഓറിയൻറ്റഡ് ആയിട്ടും ക്ലിനിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറേ കൂടി ഇതിൻ്റെയൊക്കെ യൂസ് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എക്സാം പാറ്റേൺ ആണ്. എക്സാം പാറ്റേണിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മുമ്പത്തെ ഇയറിൽ പക്കാ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ വർഷം മുതൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. MCQ ക്വസ്റ്റ്യൻസും കൂടി വരുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇനി വരാൻ പോകുന്ന ഇയറുകളിൽ നെക്സ്റ്റ് എക്സാമിനേഷൻസ് വരാൻ പോവുകയാണ്. സോ അതിനും കൂടിയുള്ള ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിലായിരിക്കാം യൂണിവേഴ്സിറ്റി ഇപ്പം MCQ പാറ്റേൺ എക്സാംസ് കൊണ്ടുവന്നിട്ടുള്ളത്. തമിഴ്നാട് പോലത്തെ സ്റ്റേറ്റുകളിലൊക്കെ ആദ്യം MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കേരളത്തിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് MCQs ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള MCQs ആണ് ചോദിക്കുന്നത്. നമുക്ക് വെറുതെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് കുറച്ച്
സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള MCQs ആണ് ഇപ്പം എക്സാമിന് ചോദിക്കുന്നത്. നിങ്ങൾക്കൊരു ലോങ് എസ്സേ ഉണ്ടാകും, ഒരു ക്ലിനിക്കൽ എസ്സേ ഉണ്ടാകും, ഷോർട്ട് എസ്സേസ് ഉണ്ടാകും, MCQs ഉണ്ടാകും. അതിൽ ഈ ലോങ് എസ്സേ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മാർക്ക്, 100 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 15 മാർക്കോളം ക്യാരി ചെയ്യുന്നത്, അല്ലെങ്കിൽ 30 മാർക്ക് എസ്സേ ആയിട്ട് തന്നെയാണ് ക്യാരി ചെയ്യുന്നത്. ക്ലിനിക്കൽ എസ്സേയിൽ നിങ്ങൾക്കൊരു ക്ലിനിക്കൽ കേസ് തന്നിട്ട് അതിലൊരിപ്പം അനാട്ടമി ആണെങ്കിൽ ഒരു സ്ട്രക്ചറിന് റിലേറ്റഡ് ആയിട്ടായിരിക്കും ആ ക്ലിനിക്കൽ കേസിന് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാകുക. ഫിസിയോളജിയിലാണെങ്കിൽ ഒരു പാത്ത് വേ, അല്ലെങ്കിൽ ഒരു നമ്മുടെ തൈറോയ്ഡ് റിലേറ്റഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്ത് വേ റിലേറ്റഡ് ആയിട്ടായിരിക്കും ആ ഒരു എസ്സേനെ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാകുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഷോർട്ട് എസ്സേസ് ആണെങ്കിൽ ഓരോ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ഷോർട്ട് എസ്സേസും ഉണ്ടാകും, പിന്നെ MCQs ആണ് ഉണ്ടാകുക. ഇതിൻ്റെ പാറ്റേൺ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. 4ാമത്തെ പോയിന്റ്, ഫോവിയ എന്ന് പറയുന്ന ലേണിംഗ് ആപ്പ് എങ്ങനെയാണ് നിങ്ങളെ ഫസ്റ്റ് ഇയർ MBBSൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് കേരളത്തിലെയും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെയും മറ്റ് രാജ്യങ്ങളിലെയും മലയാളികളായിട്ടുള്ള മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ MBBS കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലേണിംഗ് ആപ്പാണ് ഫോവിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ, ഓരോ സബ്ജക്റ്റും വൃത്തിയായി മനസ്സിലാക്കി പഠിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഫോവിയയിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ കാര്യവും, ഓരോ സബ്ജക്റ്റും, ഓരോ ടോപ്പിക്കും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പ്രസൻറ്റേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് വൃത്തിയാക്കി മലയാളത്തിൽ പഠിപ്പിച്ചു തരുന്ന ലേണിംഗ് ആപ്പാണ് ഫോവിയ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ഈ ഒരു ട്യൂഷൻ ലെക്ചർ ക്ലാസ്സസ്, അതും റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ്സസ് കേൾക്കാം. ഇപ്പോൾ നമ്മളൊരു 1 ഇയർ കോഴ്സ് പ്രോഗ്രാം ആയിട്ടാണ് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാകുക. ആ 1 ഇയറിൽ ഏത് സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ കാണാൻ തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് കാണാം. ആൻഡ് ഓൾസോ അതിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സ്, ഈ ഹാൻഡ് റിട്ടൺ നോട്ട്സിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കേരളത്തിലെ അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ടോപ്പേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള നോട്ട്സാണ് നമ്മുടെ ആപ്പിലുള്ളത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എങ്ങനെയാണ് ഒരു ഫസ്റ്റ് റാങ്കുകാരൻ എക്സാമിന് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നമ്മുടെ നോട്ട്സ് വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. 3ാമത്തെ പോയിന്റ്, മെൻറ്റർഷിപ്പ്. ഓരോ വിദ്യാർത്ഥിക്കും ഒരു പേഴ്സണൽ മെൻറ്ററിനെ നമ്മൾ അസൈൻ ചെയ്തു തരും. ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകേണ്ട ഒരു കേസാണ് ഈ MBBS എന്ന് പറയുന്നത്. അത് നമ്മൾ ചെറിയൊരു കാര്യമായിട്ട് കരുതാൻ പറ്റില്ല. പല വിദ്യാർത്ഥികളും ഒരുപാട് ഫീസൊക്കെ കൊടുത്ത് പഠിക്കുമ്പം അത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ ടെൻഷൻസ് ഒക്കെ വരുമ്പോൾ അവർക്കൊരു സപ്പോർട്ട് തരാൻ, ഒരു സപ്പോർട്ട് കിട്ടാനുള്ള ആഗ്രഹം വലുതായിരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു പേഴ്സണൽ മെൻറ്ററിനെ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. പിന്നെ പേഴ്സണൽ മെൻറ്ററിനോടൊപ്പം തന്നെ ഒരുപാട് എക്സാമുകളുണ്ടാകും, ക്വസ്റ്റ്യൻ ബാങ്കുകളുണ്ടാകും, MCQ ക്വസ്റ്റ്യൻ ബാങ്ക്, അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്റ്റീവ്, ഓരോ ക്വസ്റ്റ്യനും ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഞാൻ ഈ പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാകും. ഇപ്പം ഞാൻ ക്ലിനിക്കൽ എസ്സേസ് അതോടൊപ്പം തന്നെ മറ്റ് എസ്സേസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ എസ്സേസ് വിത്ത് ആൻസേഴ്സ് അടങ്ങിയിരിക്കുന്ന PDF-കളും അതോടൊപ്പം തന്നെ മെറ്റീരിയൽസുകളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും അതിൽ നിന്ന് എന്താണ് ഈ കഴിഞ്ഞ ഇൻറ്റേർണൽ എക്സാമുകളിലും യൂണിവേഴ്സിറ്റി എക്സാമുകളിലും മറ്റ് സംസ്ഥാനങ്ങളിലെ എക്സാമിനേഷനിലും ചോദിച്ച ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ എന്താ, അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രൂപത്തിലുള്ള മെറ്റീരിയലുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. റെക്കോർഡ് ചെയ്തിട്ട് ഒരു പേഷ്യൻറ്റിനെ ഇരുത്തി റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സസുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ ഒരുപാട് ക്വസ്റ്റ്യൻസും MCQസും ഒക്കെ അടങ്ങിയിരിക്കുന്നൊരു പാക്കേജ് ആണ് ഫോവിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത്രയും വലിയ കാര്യങ്ങൾ ചെറിയൊരു അഫോർഡബിൾ പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫോവിയ എന്ന് പറയുന്നത്. സോ ഫോവിയനെ കുറിച്ചും MBBSലെ ബാക്കിയുള്ള ഡൗട്ട്സുകളെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.